ശനിയാഴ്ചകളിലും പ്രവൃത്തി ദിവസമാക്കിയതിനെതിരെ സംയുക്ത അധ്യാപക സമിതി എന്ന പേരിൽ വലതുപക്ഷ അധ്യാപക സംഘടനകൾ ആഹ്വാനം ചെയ്ത ക്ലസ്റ്റർ പരിശീലന ബഹിഷ്കരണം തള്ളിക്കളഞ്ഞ് അധ്യാപക സമൂഹം. ഇന്ന് സംസ്ഥാനത്ത് നടന്ന ക്ലസ്റ്റർ പരിശീലന പരിപാടികളിൽ 80% അധ്യാപകർ പങ്കെടുത്തു. സമഗ്ര ഗുണമേന്മ വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നത്. കാലഘട്ടത്തിന് അനുയോജ്യമായി പാഠ്യപദ്ധതി സമഗ്രമായും ജനകീയമായും പരിഷ്കരിക്കുന്ന നടപടികളും നടപ്പിലാക്കി വരികയാണ്. ഇതിൻ്റെ ഭാഗമായി ഈ വർഷം 1, 3, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. അധ്യാപകർക്ക് 5 ദിവസത്തെ പരിശീലന പരിപാടി അവധിക്കാലത്ത് നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി 5 ദിവസത്തെ ഏകദിന പരിശീലനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ആദ്യ ക്ലസ്റ്റർ പരിശീലന ദിവസമായിരുന്നു ഇന്ന്. അതാണ് ഒരു വിഭാഗം അധ്യാപകർ ബഹിഷ്കരിച്ചിരിക്കുന്നത്. 6ാം പ്രവൃത്തി ദിവസത്തിൽ നടക്കുന്ന ക്ലസ്റ്റർ പരിശീലനം എന്ന നിലയിൽ സംയുക്ത അധ്യാപക സമിതിയുടെ പേരിൽ വലതുപക്ഷ അധ്യാപക സംഘടനകൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ ക്ലസ്റ്ററിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. എന്നിരുന്നാലും കുട്ടികളുടെ നിലവാരവും അവരുടെ വിദ്യാഭ്യാസവും തങ്ങളുടെ ബാധ്യതയാണ്. അതാണ് അധ്യാപകരെന്ന നിലയിൽ ഏറ്റെടുത്തു നടത്തേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 80% അധ്യാപകരാണ് ഇന്ന് സംസ്ഥാനത്താകെ ക്ലസ്റ്റർ പരിശീലനത്തിൽ ഹാജരായിട്ടുള്ളത്. പുതിയ പാഠ്യപദ്ധതിയുടെയും പാഠപുസ്തകത്തിൻ്റെയും സൈദ്ധാന്തിക വശങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഇത്തരം പരിശീലന പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അധ്യാപകർക്കെതിരെ വലിയ രോക്ഷമാണ് ഉയർന്നുവരുന്നത്. പാഠ്യപദ്ധതി പരിഷ്കരിച്ച് പുതിയ പുസ്തകങ്ങൾ വന്നതിനെ തുടർന്ന് അധ്യാപകർക്കായി നടത്തുന്ന പരിശീലനത്തിൽ ആഴ്ചയിൽ 5 ദിവസത്തിൽ കൂടുതൽ പണിയെടുക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ബഹിഷ്കരണം നടത്തുന്ന വലതുപക്ഷ അധ്യാപക സംഘടനകളുടെ നിലപാട് വരും തലമുറയോട് ചെയ്യുന്ന നെറികേടാണ് എന്ന് പറയാതെ വയ്യ. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.